വാർത്തയാണ്. ഇതറിയിക്കുന്നത് ഒരു ഭാഗ്യമായി പദവിയായി കണക്കിലാക്കിക്കൊണ്ട് മഹാസന്തോഷത്തോടെ അറിയിക്കുന്ന സന്ദേശം. ഈ സന്ദേശം അറിയിച്ചുകൊണ്ടിരിക്കുന്നവരോട് ചോദിച്ചാൽ പറയാം, ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്ന സമയമാണെന്ന് ചോദിച്ചാൽ ഈ സുവിശേഷം പ്രസംഗിക്കുന്നത്. ഇതെങ്ങനെ മലയാളി സമൂഹത്തിന്റെ ഒരു പരാജയം കൂടെ പറയാം. നമ്മൾ പാടും, നന്നായിട്ട് പാടും. എന്തോ പാടുന്നു? ദൂതർക്കും കൂടെ അറിയിപ്പാൻ അവകാശമില്ലാത്ത ഈ ദൂതറിയിപ്പാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചത് പാട്ടും പാടി വെച്ച് കുതിയിരിക്കും. ദൂതനെ അറിയിക്കാൻ ഭാഗ്യം ലഭിച്ചതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു ഭാഗ്യം ലഭിച്ചെന്നും പറഞ്ഞ് പാട്ടുപാടി ആത്മാവിലാകുന്നതല്ലാതെ എത്ര പേര് ആ ഭാഗ്യം അത് ഉപയോഗിക്കുന്നുണ്ടെന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് മനസ്സാക്ഷി തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഇന്ന് എത്ര പേര് പറയാൻ കഴിയും, ഞാൻ ആ ഭാഗ്യം അത് ഉപയോഗിക്കുന്നവരാണ്. ഇതൊരു ഭാഗ്യം കൂടി അടിച്ചെന്ന് പറഞ്ഞിരിക്കാനുള്ള കാര്യമല്ല, ഇത് അറിയിപ്പാനുള്ള ഒരു സന്ദേശമാണ്. വേഗത്തിൽ അറിയിക്കണം. അത് മഹാസന്തോഷത്തോടെ അറിയിക്കേണ്ട ഒരു സന്ദേശം കൂടെ. എന്തോ അറിയിക്കട്ടെ? യേശു കഷ്ടം സഹിച്ചത് അറിയിക്കും. എന്തിനാ യേശു കഷ്ടം സഹിച്ചത്? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? യേശു കഷ്ടം സഹിച്ചു. എന്തിന് കഷ്ടം സഹിച്ചു? അതിന്റെ മറുപടി പത്രോസ് പറയുന്നത് 1-ാം ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നു, ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതി കെട്ടവർക്ക് വേണ്ടി നീതിമാനായ ക്രിസ്തു ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ആ പദം ശ്രദ്ധിക്കണം. ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. പല പ്രാവശ്യം, ഒറ്റ പ്രാവശ്യം കഷ്ടം അനുഭവിച്ചു. അത് കാനാവിൽ വെള്ളം വീഞ്ഞാക്കാനല്ല, അവിടെ ഒരു കഷ്ടം അനുഭവിച്ചു. 5 അപ്പം 5000 ആക്കാനല്ല, അവിടെ ഒരു കഷ്ടം അനുഭവിച്ചു. ചേർന്ന് തുപ്പി കുഴച്ച് കുള്ളന്റെ കണ്ണിൽ പരത്തി സൗഖ്യമാക്കാൻ ഒരു കഷ്ടം അനുഭവിച്ചു. യേശു ചെയ്തൊരൊറ്റ അത്ഭുതത്തിന് വേണ്ടി ഒരു കഷ്ടം സഹിക്കേണ്ടി വന്നില്ല. ഞാൻ അത്ഭുതത്തിൽ വിശ്വസിക്കുന്നു, ഇന്നും നടക്കുമെന്ന് വിശ്വസിക്കുന്നു, പച്ചാക്കി പറയുക. എന്നാൽ ഒരത്ഭുതം ചെയ്യാൻ യേശുവിന് കഷ്ടം സഹിക്കേണ്ടി വന്നില്ല. ലാസറിനെ ഉയർപ്പിക്കാൻ ഒരു കഷ്ടം സഹിച്ചില്ല. കാട്ടു പറഞ്ഞു ലാസറെ പുറത്തു വരിക. എന്നാൽ അതിലൊക്കെ വലിയൊരു കാര്യം ചെയ്തെടുക്കുക. യേശു ഒരിക്കൽ കഷ്ടമനുഭവിച്ചു. ഇത് പറയുമ്പോൾ കഷ്ടപ്പെടുത്തിയ ഞാനാ പറയുന്നത്, കഷ്ടപ്പെടുത്തിയ നിങ്ങളെ കേട്ടോണ്ടിരിക്കുന്നു. ക്രിസ്തു ഒരിക്കൽ മാത്രം കഷ്ടം അനുഭവിച്ചത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ നമ്മെ ദൈവത്തോട് അടുപ്പിക്കാൻ ചെറിയ കാര്യമല്ലത്. അതിന് യേശുവിന് കഷ്ടം സഹിക്കും വന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഈ സന്ദേശം മറ്റുള്ളവരെ അറിയിക്കാൻ ഒരൽപ്പം കഷ്ടം സഹിക്കാൻ ഇന്ന് രാത്രി എത്ര പേര്? ക്രൂശ് മരണം വിവരിക്കാൻ ഞാൻ സമയമെടുക്കുന്നില്ല. എല്ലാ രാജ്യവും നമ്മൾ കേൾക്കുന്നത് ചെറിയ കഷ്ടമല്ല, ദൈവത്തോട്. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന് ആ കഷ്ടതയിൽ അലറി വിളിപ്പാൻ കാരണമായി കഷ്ടപ്പെട്ടത് നമ്മെ ദൈവത്തോട് അടുപ്പിക്കുകയാണ്. രാത്രി നിങ്ങളുടെ ശുദ്ധ മനസാക്ഷിയോട് ചോദിക്കട്ടെ, ദൈവത്തിൽ നടന്നുപോയ കോടാനുകൂടി ആളുകളെ
ഈ വിവരം അറിയിപ്പാൻ നമ്മളല്ല ആരാകും. നിങ്ങളുടെ സാക്ഷികളാണ്. ദൈവത്തിൽ നടന്നുപോയ മാനവജാതിയോട് വിളിച്ചു പറയുന്നു, എന്നെ ദൈവത്തോട് അടുപ്പിക്കാൻ യേശു കഷ്ടം അനുഭവിച്ചു. നിങ്ങളെ ദൈവത്തോട് അടുപ്പിക്കാൻ അവന് മനസ്സുണ്ട്, ഒരല്പം കഷ്ടം അനുഭവിച്ചു. ഈ സാക്ഷ്യം വഹിപ്പാൻ ഇന്ന് രാത്രി തയ്യാറാവും. ക്രിസ്തു കഷ്ടം അനുഭവിച്ചു, എനിക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, ലോകത്തിന് വേണ്ടി കഷ്ടം അനുഭവിച്ചു. അത് ജനത്തെ അറിയിക്കുന്നതാണ് നമ്മുടെ ദൗത്യം. നമുക്കത് അറിയിക്കാം. പൗലോസിന്റെ ഒരു തീരുമാനം കൂടെ ഓർമ്മിക്കട്ടെ. കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു തീരുമാനം, അതിന്റെ 1-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം. പൗലോസിന്റെ വാക്കുകൾ എങ്ങനെയാണ്? ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായിട്ടുള്ളത്, ക്രിസ്തു കഷ്ടം അനുഭവിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ പൗലോസ് പറയുന്നത് വളരെ ശ്രദ്ധിക്കുക. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായിട്ടുള്ളത് എന്റെ ജനത്തിൽ അവന്റെ ശരീരമായ സഭയ്ക്ക് വേണ്ടി പൂരിപ്പിക്കുവാൻ ഞാൻ ഒരുങ്ങും. ഇപ്പോൾ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ ഏതാണ്ട് കുറവുണ്ടാകും, ഏതാണ്ടൂടെ ചെയ്യണമായിരുന്നു. ഇല്ലേ ഇല്ല, ഒന്നും ചെയ്യാനില്ല. അവിടുന്ന് പറഞ്ഞു സകലവും നിവൃത്തിയായി. പിന്നെന്താ ക്രിസ്തുവിന്റെ കഷ്ടത്തിൽ ഒരു കുറവ് വന്നത്? പൗലോസ് പറഞ്ഞ ആ കുറവ് ഞാൻ നിലത്താം, അത് എന്റെ ജനത്തിൽ ഞാൻ ഏറ്റെടുക്കാം. ക്രിസ്തുവിന്റെ ശരീരമായ സഭയ്ക്ക് വേണ്ടി ഞാനത് ചെയ്യാം, ആ കഷ്ടം നിവർത്തിക്കാം. രാത്രി ഞാൻ പറയാം, ഒരു കഷ്ടം കൂടെ നിവർത്തിക്കാറുണ്ട്. അത് നിവർത്തിക്കേണ്ടത് ക്രിസ്തുവല്ല, നമ്മൾ. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തു കഷ്ടം സഹിച്ചു, ഒന്നും കുറവില്ല. എന്നാൽ പൗലോസ് പറയുന്നു ഒരു കുറവുണ്ട്, അത് എന്റെ ജനത്തിൽ ഞാൻ പൂരിപ്പിക്കാം. എന്താ കുറവെന്നറിയാമോ? ഈ വിവരം മറ്റുള്ളവരോട് പറയണം എന്നൊരു കുറവുണ്ട്. അത് ഞാൻ ഏറ്റെടുക്കുന്നതാണ്. ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുൻപ് ക്രൂശിൽ മരിച്ചതുകൊണ്ട് ജനം മുഴുവൻ അനുഭവിക്കുകയില്ല. കാരണം ഈ വിവരം ആരെങ്കിലും അവരെ അറിയിക്കണം. അത് അറിയിക്കുക എന്നൊരു കുറവ് ഇന്ന് രാത്രി അവശേഷിക്കും. 2000 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ ഈ സന്ദേശം ലഭിച്ചതാണ്. പക്ഷെ ഇത് അറിയിക്കുന്നതിൽ നാം അമ്പേ പരാജയപ്പെട്ടു. പൗലോസിനോട് ഞാൻ ശുദ്ധ മനസാക്ഷി ഞാൻ ചോദിക്കട്ടെ, ആ കുറവ് എന്റെ ഇടത്തിൽ പൂരിപ്പിക്കാൻ പറയും. ആ ഒരു കുറവുകൊണ്ടാണ് ജനം രക്ഷിക്കപ്പെടാത്തതെങ്കിൽ എന്റെ ശരീരം ഞാൻ വിട്ടുകൊടുക്കാൻ പറയാം. ഞാൻ പറയുന്ന ഭാഷ എന്നോട് ക്ഷമിക്കണം, എന്റെ സ്വന്തമല്ല. ഞാനൊരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് ഈ സുവിശേഷത്തിലേക്ക് ഇറങ്ങാൻ കാരണമായ ഒരു പ്രസ്താവന. ഞാൻ 1973 ഇവിടെ വന്ന സിയാറ്റിൽ 4 വർഷം ദൈവവേദന പഠിച്ചതാണ്. അതിനുശേഷം കുറെ വർഷം ജോലിയായി. ജോലിയിൽ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സഭയിലെ പാസ്റ്ററല്ല, ഒരു സഹോദരൻ ഒരു ചോദ്യം ചോദിച്ചു. സമയം ഇതെങ്ങനെ ഈ ആരോഗ്യമുള്ള ശരീരം ക്രിസ്തുവിന്റെ സാക്ഷ്യം പറയാൻ ഉപയോഗിക്കാൻ ഒരു പറ്റിയ